ആഹാരം കൊടുക്കുന്നില്ല, ആഹാരം കിട്ടുന്നില്ല. അതിന് കുറെ ഈ പറയുന്നോണം ജനറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടികളിലൊക്കെ പഠനം ഫോട്ടോഷൂട്ടിന്റെ അയ്യര് കളിയാണ്. പലതരം ഫോട്ടോഷൂട്ടുകളെ കുറിച്ചാണ്. ഇപ്പോൾ ടൈം മാഗസിൻ അവൻ കൊണ്ടുവച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നു, പാത്രം കിലുക്കി കുട്ടികളോട് ഒന്നുകൂടെ എടുക്കും, ഒന്നുകൂടെ കാണിച്ച് ഇത് വരുന്നു. ഇത് വലിയ വലിയ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ തിരുത്തുന്നു. ഇപ്പൊ ഇസ്രായേൽ കേസ് കൊടുക്കാൻ പോവാണ് പല ഇതേപോലെയുള്ള മാധ്യമം. പണ്ട് ഈ BBC ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഗാസയിലെ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മാധ്യമം BBC ആയിരുന്നു. അവരുടെ ചില ഡോക്യുമെന്ററികളിൽ തന്നെ അഭിനയിച്ച ആളുകൾ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞു. ബേസിക്കലി അവിടെ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഹമാസ് പ്രൊപ്പഗാൻഡ മാത്രമാണ്. പിന്നെ അവിടെ ആളുകള് ട്രക്കുകള്, ഈ ഷലോം കോറിഡോറിൽ കിടക്കുന്ന ട്രക്കുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഈ ട്രക്കുകള് ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് അവരവിടെ ഇടുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ഹിമാലയൻ ഈഗോയാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഭക്ഷണം വിതരണം നടത്തുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ ആണ്, നിങ്ങൾ തൊണ്ട പൊട്ടുന്നോണം ഒരുപാട് അഭിനയങ്ങളും കുറെ മുടിയഴിച്ചിട്ട് ആട്ടവും ഒക്കെ നടത്താറുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്കറിയാം ഫേക്ക് ആണ്, കാണുന്നവർക്കും ഫേക്ക് ആണെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ഈ പറയുന്ന സോക്കോൾ മാനവിക ഇതാണ് പറയുന്നത്. നിങ്ങൾ മനുഷ്യനാണോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്. മനുഷ്യനാകണം എന്നൊക്കെ പാട്ട് പാടുന്ന ടീമുകളാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഓക്കെ എന്തായാലും ഇവിടെ കൊണ്ടുവന്നു, വഴിയും കറക്റ്റ് ആണ്, നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നില്ല? ഇനി ഹമാസിനെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾ എന്തിനാണ് ഇതിവിടെ ഇത് ഉപയോഗശൂന്യമായിട്ട് നിർബന്ധ ബുദ്ധിയിൽ ഈ സാധനങ്ങൾ? അപ്പോൾ UN ബോഡീസ് പറയുന്നത് ഞങ്ങൾ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ, അത് ഇസ്രായേൽ കൊടുത്താൽ അംഗീകരിക്കില്ല. ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ ഹമാസ് വഴി, ഇതാണ് എൻ്റെ അർത്ഥം. ഹമാസ് വഴി കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക്. അപ്പൊ എന്താണ് ഈ ബന്ധങ്ങൾ? ഇപ്പൊ UN എന്ന് പറയുന്ന ഒരു ജനറൽ ഒരു ബോഡി എന്ന നിലയിൽ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഒരു വലിയ തോതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു ഏജൻസിയാണ്. അവരുടെ എല്ലാ ബോഡീസും, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നൊക്കെ അതിനകത്ത് പേരുണ്ട്, ക്രിമിനൽ കോർട്ട്, ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് വഴികളും ഇതെങ്ങനെയാണ് അവിടെ ഫോം ചെയ്യുന്നതും ഈ പറയുന്ന ICC മുഴുവൻ കാര്യങ്ങളും പോകുന്നത് ഈ OIC എന്ന് പറയുന്ന UN പ്രമേയങ്ങളൊക്കെയാണ് പലതും. ഡോക്യുമെന്റേഷൻ, ഒരുപാട് തെളിവുകൾ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് ഇപ്പൊ സിറിയയിലെ കുട്ടികളെല്ലാം തന്നെ, യമനിലെ കുട്ടികളെല്ലാം തന്നെ ഫോട്ടോഷൂട്ടിന് അനുബന്ധമായിട്ട് ഗാസയിലെ കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ അറിയാം അവിടെ യുദ്ധം നടക്കുന്ന സ്ഥലമാണ്, അവിടെ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, ആളുകൾക്ക് ആഹാരം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, മനുഷ്യർ അത് വളരെ ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് നിൽക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നിൽക്കുന്ന ഒരു യുദ്ധം എങ്ങനെയാണ് നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധം എപ്പോഴും നിൽക്കുന്നത് യുദ്ധം തുടങ്ങിയ ആള് നിർത്തുമ്പോഴാണ്. ഞാനിപ്പോ ഒരു ടക്കെന്ന് പറഞ്ഞ് ഇവിടെ അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു. ഈ ശബ്ദം ഞാൻ എങ്ങനെയാണ് നിർത്തുന്നത്? ഒന്നുകിൽ നിങ്ങൾ എന്നെ വന്ന് എന്റെ കൈ പിടിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്വയം നിർത്തണം. അല്ലാതെ ആ ശബ്ദം നിൽക്കില്ലല്ലോ. അല്ല, ഞാനൊരു പാട്ട് പാടുകയാണ്, ആ പാട്ടാണ് നിങ്ങൾക്ക് ഹൊററായിട്ട് തോന്നുന്നത്, അതെങ്ങനെ നിൽക്കാം ആ പാട്ട്? ഒന്നുകിൽ ഞാൻ സ്വയം തോന്നി നിർത്തണേ, ഇത് ഭയങ്കര മോശമാണ്, ഞാനാണല്ലോ തുടങ്ങിയത്, നിർത്താം. അല്ലെന്നെങ്കിൽ നിങ്ങൾ എന്റെ വന്ന് പാടാത്ത രീതിയിൽ എന്നെ ആക്കണം. ഇങ്ങനെയല്ല യുദ്ധം നിൽക്കുള്ളൂ.